Hello and welcome back to my channel. So day 2 of Belgium in Antwerp ആണ് നമ്മൾ കറങ്ങുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു 10 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ക്യൂട്ട് കഫേയിൽ വന്നിട്ട് ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്തു. രാവിലെ ഇവിടെ നിന്ന് നമ്മൾ ടീ ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിരുന്നു. നല്ലൊരു കഫേ എന്നാ ഉള്ളതെന്ന് നോക്കട്ടെ. പിസ്താഷ്യോ പൈനാപ്പിൾ എന്തോ ചോക്ലേറ്റ് ചിപ്പ് കുക്കി. എനിക്ക് വിൻഡോ ഇഷ്ടപ്പെട്ടു. സോ നമുക്കങ്ങനെ പെർട്ടിക്കുലർ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത സമയത്ത് ഇച്ചിരി ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞിട്ട് നമുക്കൊന്ന് അവിടെ തേരാപ്പാര നടക്കാം എന്ന് വെച്ചോണ്ട് അപ്പോൾ അത്രയും സമയം കളയാനായിട്ട് വേണ്ടി നമ്മൾ ഈ കഫേ വന്നിരുന്നു. ഞാൻ വെറുതെ ഒരു ജിഞ്ചർ ടീ ഓർഡർ ചെയ്ത, പക്ഷേ എനിക്കിത് കുറേ ഇഷ്ടപ്പെട്ടു. അവർ ആ ജിഞ്ചർ നല്ലപോലെ ക്രഷ് ചെയ്ത് പ്യൂറേ ആക്കിയിട്ട് അതിൻ്റെ ഉണ്ടാക്കിയൊരു ടീ ആയിരുന്നു. അടിപൊളി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതുണ്ടാക്കി ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ജോസ് എന്താ കഴിച്ചത്, അവൻ കോഫി കുടിച്ചു. പിന്നെ ഇവർ എല്ലാത്തിൻ്റെയും കൂടത്തി ഇങ്ങനെ 2 പീസ് ചെറിയ കഷ്ണം കേക്ക് തരും. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു സ്പഞ്ച് വാനില കേക്കായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇല്യൂഷൻ എന്ന് വെച്ചിട്ടുള്ള ഒരു മ്യൂസിയത്തിലാണ്. ഇത് ഭയങ്കര ഫൺ ക്രിയേറ്റീവ് മ്യൂസിയം ആയിരുന്നു. അപ്പം ഞങ്ങളോർത്ത് ഇച്ചിരി ഇവിടെ ആണെങ്കിൽ അപ്പോഴും മഴ പെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ മഴയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു മ്യൂസിയത്തിൽ കയറിയതാ. So surprised. Wow. Third take on. ഒന്നും മനസ്സിലാവാത്ത ജോസ് ക്രിസ്മസ് ട്രീ, വേൾഡ് ഗ്ലോബും പിന്നെ എന്തോ ഒരു അയൺ കമ്പിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്താണ് ഈ ഇല്യൂഷൻ? കുറേയൊക്കെ ഇവിടെ മനസ്സിലാവും, പക്ഷെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. ആ സംഭവം കാണുന്നത് ഒരു ഇല്യൂഷനാണ്. ഇത് നല്ല രസമുണ്ട് വീഡിയോ കാണാൻ. ലെറ്റ്സ് ഗോ. Dinner has been served. എന്നിട്ട് ഇങ്ങോട്ട് നോക്കാം. ബെസ്റ്റ്. തന്നെ കേട്ടും ഭേദം ഞാൻ അവിടെ കയറി കുറേ മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ മഴയൊക്കെ കുറഞ്ഞു. ഞങ്ങളുടെ അവിടുത്തെ സമയം കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. മൈ ഫേവറേറ്റ്. എൻ്റെ എന്തോ ലീച്ചി മോക്ടെയിലാണ്. ജോസിന് ലീച്ചി സോഡ. കൊള്ളാല്ലേ? എൻ്റെ പൂവാകുന്നു. നല്ലതാണല്ലോ. ബേബി താൻ എന്താ ഓർഡർ ചെയ്തേ? ഒക്ടോപ്പസ് ആൻഡ് ഷ്രിംപ്സ്. കട കൊള്ളാല്ലേ? പർപ്പിൾ റൈസും കൊള്ളാം. ബേബി താൻ ഓർഡർ ചെയ്തേ? ചിക്കൻ എന്തോ പ്ലാറ്റർ. KFC. ശരിയാ, എനിക്ക് ആക്ച്വലി KFC ചിക്കൻ പോലെ. ഇത് സ്പ്രൗട്ട്സ്, സാലഡ്, ഇത് ഗിംപാപ്പ്.
ഇത് സാലഡ്, ഇത് പർപ്പിൾ റൈസ്, ഇതെൻ്റെ കിച്ചി, KFCയുടെ ഫുൾ ഫോം എന്താ? എന്തോ ഫ്രൈഡ് ചിക്കൻ, ആ പുള്ളിക്കാരൻ്റെ പേര് കെൻഫ്രിഡ്ജ് ഫ്രൈഡ് ചിക്കൻ. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. അതല്ലേ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ആണോ KFC? ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, കുറേ. Pasta tiramisu, let me try. One of my favorite meal I have ever had എന്ന് വേണമെങ്കിൽ പറയാം. Like I loved the food over here. ഈ റെസ്റ്റോറൻറ്റ് like highly recommended. ഇതിൻ്റെ ബ്രാഞ്ച് ആംസ്റ്റർഡാമിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അത് തപ്പിപ്പിടിച്ച് ഞാൻ അവിടെയും പോകാൻ പോകുന്നതാണ്. എന്തായാലും എനിക്ക് കുറേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ എന്ന് പറയത്തില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് കുക്ക് പറഞ്ഞു ഞാൻ ഇനി കുറേ എന്നുള്ള വാക്കിന് പകരം ഒത്തിരി എന്ന് ഉപയോഗിക്കാൻ വേണ്ടി. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞങ്ങൾ പോയത് അവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ. അത് തന്നെ കാണേണ്ടതാണ്, ആൻറ്റ്വർപ്പിൻ്റെ സെൻട്രൽ സ്റ്റേഷൻ. ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഒരു പാലസ് പോലെ അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ സ്റ്റെയർ കേസൊക്കെ ഭയങ്കര ഈ രാജകീയമായ ഒരു സ്റ്റെയർ കേസൊക്കെ. അപ്പം നല്ല രസമാണ്. അതിൻ്റെ ആ ഫുൾ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതും എത്ര ക്ലീൻ. ഞാൻ ഇത്രയും ക്ലീൻ സ്റ്റേഷൻ കണ്ടിട്ടില്ല. ആംസ്റ്റർഡാം പോലും ഇത്രയും ക്ലീൻ അല്ല. പക്ഷേ ഈ ആൻറ്റ്വർപ്പ് സ്റ്റേഷൻ വാസ് സൂപ്പർ സ്ക്വീക്കി ക്ലീൻ. നോക്ക്, ഇതിൻ്റെ ഫ്ലോർ നോക്ക്, ഒരു സാധനം പോലും താഴെ വീണിട്ടില്ല. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ക്ലീൻലിനെസ്, ഇതിൻ്റെ എല്ലാം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്രസൽസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൻറ്റ്വർപ്പാണ്, ബെൽജിയത്തിൽ. എനിക്ക് തോന്നുന്ന ജോസിനും സെയിം ഫീലിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ സ്റ്റേഷൻ്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുള്ളത്. അപ്പം ഇവിടെ ഭയങ്കര ഡയമണ്ട്സിൻ്റെ ഷോറൂം കണ്ടു. അപ്പം ഞാൻ ഓർത്തു ഇത് ഇവിടെ എന്താ ഡയമണ്ട്സ് ഭയങ്കര ഫേമസ് ആണോ എന്ന്. പക്ഷേ ശരിക്കും സൂം ഇൻ ചെയ്ത് അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആണ്. അപ്പം അവിടെ ഇങ്ങനെ 50% ഓഫ്, 70% ഓഫ് എന്ന് വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ കുറേ ബോർഡുകളുണ്ട്. അപ്പം നിറച്ചും ഈ സ്ട്രീറ്റ് മൊത്തം ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ ഷോറൂം സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. which was interesting. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ ആ ലെയിൻ മൊത്തം ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അടിപൊളി ബ്രാൻഡ്സും അതും ഇതൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹാപ്പനിങ് സ്ട്രീറ്റായിരുന്നു. ആ സ്ട്രീറ്റും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എന്നാൽ ആക്ച്വലി ഈ ആൻറ്റ്വർപ്പ് ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ ആ ഒരു ചെറിയ സെൻറ്റർ ഏരിയയിൽ തന്നെയാണ് എല്ലാം കാണാനുള്ളത്. എനിക്കൊന്ന് ഒരു ദിവസം ആവശ്യമുള്ളൂ ഇത് മൊത്തം കറങ്ങി കാണാനായിട്ട് വേണ്ടി. സോ നമ്മൾ അതുവരെയും ഇങ്ങനെ ചുമ്മാ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു ചെറിയ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡിസ്കവർ ചെയ്തു. അതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എന്തിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് വാസ് സോ പീസ്ഫുൾ ഓവർ ദെയർ. എന്തൊക്കെ തരം ചെടിയാണോ ദൈവമേ ഇവിടെ ഉള്ളത്. വാഴയുണ്ട്, വാഴച്ചുണ്ടുണ്ട്. അതെ, ഇങ്ങോട്ട് പോ. ഉണ്ട്, ഇല്ല ഇതുവരെ പോവാം. ഇതൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ. അവിടെ പലതരം ചെടികൾ ഇവർ കുഴിച്ചിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിംസിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പൂക്കളൊന്നും അറിയത്തില്ല. റെയിൻ ഡ്രോപ്സ് പോലെ കിടപ്പുണ്ട്. കണ്ട താഴോട്ടത് വളരുന്നത്. അങ്ങനെ ഇവിടെ മൊത്തം അങ്ങനെ പലതരം ചെടികൾ നട്ടിട്ടിട്ടുണ്ട്. കണ്ട
പേര് കാണുന്നില്ല. അമ്മച്ചി അപ്പച്ചനോട് ഇരിക്കുന്നുണ്ടോ? അയ്യോടാ, ഇതിനകത്ത് എടാ ഇതിനകത്ത് മീനും ഉണ്ട്. നോക്ക്, എന്നാ വലിയ മീനാ നോക്ക്. ഞാൻ അങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മളിതാ ഒരു പള്ളിയിൽ പോവാം. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണോടോ? എന്നാ പള്ളിയുടെ പേര്? ചർച്ച് ഓഫ് ആ ലേഡി എന്നാണ്. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ നമ്മളന്ന് വെനീസിൽ പോയ ആ സ്ട്രീറ്റ് പോലുണ്ട്. ആ ഇത് കണ്ടോടോ. ഓ ഈ സ്ട്രീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടടോ, നല്ല രസമുണ്ട്. That's why you walk here all the time. എൻ്റെ വാതിൻ്റെ അത് ഡീറ്റെയിലിംഗ് തന്നെ കണ്ടില്ലേ? സോ ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെ ഈ റൈറ്റിൽ കാണുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഒരു കത്തീഡ്രലാണ്. അപ്പം അവിടെ ആക്ച്വലി എൻട്രി ഇല്ലായിരുന്നു. ഞങ്ങൾ അകത്തോട്ട് കയറാൻ നോക്കിയപ്പോൾ അവിടെ എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയിരുന്നു. അപ്പം ഞാൻ കണ്ടൊരു ബിൽഡിങ് അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്നതുകൊണ്ട് മൊത്തം ഗ്രീനറി. ആ ബിൽഡിങ്ങിൻ്റെ ഭിത്തി പോലും കാണുന്നില്ല. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു വോഫിൾസ് എന്താ പറയുക കെഫേ എന്ന് പറയാം. പക്ഷേ എനിക്ക് ഇവിടുത്തെ വോഫിൾസ് കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് വലിയ ഗമയിൽ നിന്നു. എന്നിട്ട് ജോസിനോട് പറഞ്ഞു വാങ്ങിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ജോസ് വാങ്ങിച്ച് അവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നമുക്ക് ചോക്ലേറ്റ്സ് വരെ സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ചോക്ലേറ്റ്സ് വേണം, ഏത് ഡ്രസ്സിങ് വേണം, എല്ലാം സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ജോസ് ചോക്ലേറ്റിന് തന്നെ പറഞ്ഞു വിത്ത് ഐസ്ക്രീം ആൻഡ് വിപ്ഡ് ക്രീം, മിൽക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ഐ ഗെസ്. യെസ്. അപ്പം അത് വന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി ഇങ്ങനെ കൊതി വന്നു. ഞാൻ ഒരു ബൈറ്റ് കഴിച്ച് നോക്കാം, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കാമെന്ന് വെച്ചോണ്ട് എന്നിട്ട് ഒരു ബൈറ്റ് കഴിച്ചു, ഞാൻ 2 ബൈറ്റ് കഴിച്ചു. എന്നിട്ട് ജ്യൂസ് അടി വെച്ചു ഞാനുമായിട്ട്. വേണമെങ്കിൽ വേറെ വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വേറെയും വാങ്ങിച്ചു. എല്ലാത്തിനും ഇടല്ലേ? താൻ കഴിക്കാം. ഇന്നലത്തേലും നല്ലതാണോ? സോ ഇതായിരുന്നു എൻ്റേത്. ഞാൻ ഓർഡർ ചെയ്തത് വോഫിൾസ് വിത്ത് കാരമൽ സോസ് ആൻഡ് ബനാന വിത്ത് വാനില ഐസ്ക്രീം ആൻഡ് വിപ്ഡ് ക്രീം. ഇതൊരു രക്ഷയിലായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ബ്രസൽസിൽ വെച്ച് കഴിച്ച വോഫിൾസിനെ കാട്ടിലും എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു വോഫിൾസ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു കഫേയുടെയും പേര് നോട്ട് ചെയ്തു. ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കഫേ. അപ്പം ആൻറ്റ്വെർപ്പ് പോകുന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ്. ആ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ നേരത്തെ നടന്നു പോയപ്പോൾ കണ്ടില്ലായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലോറിൻ്റെ കൂടെ തന്നെ ഒരു പയ്യനും ഒരു പട്ടിക്കുട്ടിയുടെ ഒരു സ്റ്റാച്ചു അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അതെന്തോ ഒരു വലിയ സംഭവം ഇവിടുത്തെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിക്കും. അപ്പം നോക്കിയപ്പോൾ ഈ സാധനത്തിന് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കുറേ കണ്ടു. പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്തു ഈ സാധനത്തിൻ്റെ ചെറിയ മിനിയേച്ചർ അവരുണ്ടാക്കി വെച്ചിരിക്കുകയെന്ന്. എനിവേസ്, സോ ഇതാണ് ആൻറ്റ്വെർപ്പിൻ്റെ സ്ക്വയർ. എല്ലാം യൂറോപ്യൻ സിറ്റീസിൽ ഒരു സിറ്റി സ്ക്വയർ ഉള്ളതുപോലെ തന്നെ ഇതാണ് ആൻറ്റ്വെർപ്പിൻ്റെ സിറ്റി സ്ക്വയർ. ഇവിടെ ഞങ്ങളന്ന് പോയ സമയത്ത് അവിടുത്തെ മാർക്കറ്റ് ഡേ ആയിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനത്തെ മാർക്കറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാ അവർ ഭയങ്കര ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ചിലർ ഉണ്ടാക്കുന്നതും വരയ്ക്കുന്നതും അവർ
വാങ്ങിയതും അവർ സ്റ്റോർ ചെയ്ത് വെച്ച വർഷങ്ങളായിട്ട് അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്ന ഒരു മാർക്കറ്റ് പോലെ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കണ്ടുകിട്ടും. അപ്പം എനിക്ക് കുറേ ഇഷ്ടമാണ് ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് നടക്കാനായിട്ട് വേണ്ടി. അപ്പം നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇവിടെയും കുറേ എന്തൊക്കെയോ വേറെ ഫുഡ് ഐറ്റം സ്റ്റോഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി കുറേ ഫുള്ളായിരുന്നു, രാവിലെ തൊട്ട് നല്ല ഫുഡ് അടി ആയതുകൊണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുർബാന, അന്ന് സൺഡേ ആയിരുന്നു, അപ്പം നമുക്ക് കുർബാന അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. സോ ഇവിടെ ചുമ്മാ ഇങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുമായിരുന്നു. എന്നോട് ചോദിച്ചാൽ പേഴ്സണലി ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്ഥലം കാണുന്നതിനെക്കാട്ടിലും ഉപരി എനിക്ക് ജോസിൻ്റെ കൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ മണ്ടത്തരമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടന്ന് ആ ഒരു സമയം എൻജോയ് ചെയ്യാനാണ് എനിക്ക് കൂടുതലും താല്പര്യം. എനിക്ക് ഏത് ട്രിപ്പാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ട്രഷർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതാ പള്ളി? ഇതാണോ? ഇത് കുർബാന കഴിഞ്ഞിട്ട് എടുത്ത ഒരു ക്ലിപ്പാണ്. റൈറ്റ് സൈഡിൽ ആ വുഡൻ സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഞാനത് ഒരു പള്ളിയിലും ഞാൻ അവിടെ അച്ഛൻ വന്ന് റീഡിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുർബാന ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പം അച്ഛൻ അവിടെ വന്നിട്ട് നിന്നിട്ടായിരുന്നു റീഡിങ് ചെയ്തത്. അത് അടിപൊളിയായിരുന്നു. तूने चुरा मेरा दिल का चैन, स्पाइडरमैन स्पाइडरमैन तूने चुराया मेरा दिल का चैन. ഓ, ഇന്ന് രാവിലെ നമ്മൾ പോയ ഇല്യൂഷൻസ് സ്ഥലം ഇതാണ്. അതടച്ചു വരെ എന്നിട്ട് ജോസ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു കടയിൽ അവൻ്റെ ബാഗ് ലോക്കറിൽ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ എല്ലാം കറങ്ങി നടന്നത്. അതും പിടിച്ച് നടക്കണ്ടല്ലോ എന്ന് ഓർച്ചിട്ട് അപ്പോൾ അതെടുക്കാൻ പോവാം. ഇതാണ് അവൻ ബാഗ് വെച്ച സ്ഥലം. നോക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ബാഗും കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ജോസിനൊരു മ്യൂസിയം കാണണം. അതും കണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകും. ഇന്നലെ വന്നപ്പം നമ്മൾ ഈ ചൈനീസ് സ്ട്രീറ്റിൽ കൂടെ ആയിരുന്നു ഇന്നലത്തെ ഡിന്നർ കഴിച്ച്. പക്ഷേ നമുക്ക് വേണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റിയില്ല. ടൈമെല്ലാം ലേറ്റായി പോയിരുന്നു. അപ്പം ഇന്ന് ബസ് വരുന്നതിന് മുമ്പ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇന്നലെ കയറാനിരുന്ന റെസ്റ്റോറൻറ്റിൽ ഇപ്പം പോയി ഫുഡ് അടിക്കാൻ പോവാം. ഇതിവിടുത്തെ ചൈനീസ് സ്ട്രീറ്റാണ്. എന്താ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഇത് ഒരു നല്ല ഓപ്ഷനായിരുന്നു. ബൈ ബൈ ചേച്ചി, ഞങ്ങൾ പൊക്കോട്ടെ. കുന്തൻ കഫേ, ഐ ഹോപ്പ് അത് തുറന്നിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ച്. അടിപൊളി ഫുഡായിരുന്നു. വിൽ റെക്കമെൻഡ്. ഇവിടെ ഇപ്പം പോകുന്ന കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ദിസ് ഇസ് റൈസ്, ക്യൂക്കംബർ, സ്പൈസി സ്വീറ്റ് സാലഡ് ആൻഡ് ചിക്കൻ. എന്തായിരുന്നു ഇത്? സ്പൈസി എന്താ? Delicious food, too good. ബേബി, കുന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളി. അപ്പോൾ താൻ സമ്മതിക്കണോ ഞാൻ കണ്ടുപിടിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എപ്പോഴും അടിപൊളിയാണ്? അതിനാടാ ഞാൻ എപ്പോഴും അടിപൊളി റെസ്റ്റോറൻറ്റ്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി പെട്ടെന്ന് പോകണം. 8 മണിക്ക് ബസ്സാണ്. ലേറ്റായ ജോസ് ഓടിക്കും. അതിന് മുമ്പ് ജോസിന് എന്തോ ഒരു മ്യൂസിയമും കൂടെ കാണണം. കാണില്ലേ? കാണുന്നില്ല. ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടായിരുന്നു ആ മ്യൂസിയം എന്തായാലും അല്ലേ? ഞാൻ പറയാനുണ്ടോ? സാരില്ല, ആൻറ്റോപ്പ് ഇങ്ങനെ അടുത്തല്ലേ, അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ വന്ന് വരാം ഒരു ദിവസത്തേക്കൊക്കെ. ഇതാണ് ചൈനീസ് സ്ട്രീറ്റ്. ആ മ്യൂസിയമായിരുന്നു ജോസിന് നേരെ പോയി കാണേണ്ടത്. പക്ഷേ വണ്ടിക്കകത്ത് കണ്ട് ജോസ് സന്തോഷപ്പെട്ടു. ആയിക്കോട്ടെ, ആൻറ്റോപ്പിന് വന്നത് അതിന് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബസ്. ഇതാണ് നമ്മുടെ ട്രാം. ഇനിയും നല്ല മഴക്കാർ കൊണ്ടുവരുന്നുണ്ട്. ജോസ് മ്യൂസിയം കാണാത്ത സങ്കടത്തിൽ കയറിയ പാടെ കിടന്നുറങ്ങി. പക്ഷെ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ആൻറ്റ്വർക്ക് 1 ഡേ അറ്റ് ആൻറ്റ്വർക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് പോവായിരുന്നു. 2 ദിവസത്തേക്ക് നമ്മുടെ വീക്കെൻഡ് ആയിരുന്നു ബെൽജിയത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത്. ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും കുറേ ഇഷ്ടപ്പെട്ടു. വി ഹാഡ് എ ഗുഡ് ടൈം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയും കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ. News reporting in a mental asylum. That, I believe, is the weather forecast. Today it seems cloudy with a dash of madness.